നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് കുടുംബം. കേസ് അട്ടിമറിക്കാൻ കോളേജ് അധികൃതർ ശ്രമിക്കുകയാണെന്നും അന്വേഷണത്തിലെ പല കാര്യത്തിലും വ്യക്തത ഇല്ല എന്നും കേസ് അന്വേഷണത്തിൽ തൃപ്തരല്ലെന്നും നിതിന്റെ സഹോദരി ഭർത്താവ് അശോക് കുമാർ പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിതിനെ ചോദ്യം ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇതാ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. കോളേജിന്റെ കൈവശമുള്ള CCTV ദൃശ്യങ്ങൾ എങ്ങനെയാണ് ചോർന്നത് എന്നും ഇതിൽ അട്ടിമറി സംശയിക്കുന്നുണ്ടെന്നും അശോക് കുമാർ പറയുന്നു. നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ അധ്യാപികനായ ഡോക്ടർ റാമിനെ സഹായിക്കുന്നതിനായാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ ചോർത്തിയത്. സന്തോഷവാനായിരുന്ന നിതിൻ വിഷമത്തിലായത് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നടന്ന സംഭവത്തിന് ശേഷമാണ്. പ്രിൻസിപ്പൽ റൂമിൽ നടന്ന ടോർച്ചറാണ് മരണകാരണം. കോടതി വിചാരണയാണ് അവിടെ നടന്നത്. ലോൺ ആപ്പ് ഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ അക്കാര്യം എന്തുകൊണ്ട് രക്ഷിതാക്കളോട് കോളേജ് അധികൃതർ അറിയിച്ചില്ല എന്നും അശോക് കുമാർ ചോദിച്ചു. ഒരു കോളേജ് പ്രിൻസിപ്പളും ചെയ്യേണ്ട കാര്യമല്ല ചെയ്തിരിക്കുന്നത്. FIRലെ പരാതിക്കാരൻ പ്രിൻസിപ്പളാണെന്നും പല കാര്യങ്ങളിലും വ്യക്തതയില്ല എന്നും അശോക് കുമാർ പറയുന്നു. അതേസമയം നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തിയ ലോൺ ആപ്പ് സംഘത്തിലെ 3 പേർ അറസ്റ്റിലായി. ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്നാണ് പ്രതികളെ സൈബർ പോലീസ് സംഘം പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്നും സിമ്മുകളും ഉപകരണങ്ങളും പിടിച്ചെടുത്തു. പ്രതികളെ കണ്ണൂരിലെത്തിച്ചു. ഇൻസ്റ്റന്റ് ഫണ്ട് എന്ന ലോൺ ആപ്പ് നടത്തിപ്പുകാരാണ് അറസ്റ്റിലായ പ്രതികൾ. നിതിന്റെ മരണത്തിൽ അന്വേഷണം ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് നിതിന്റെ മാതൃ സഹോദരനും സഹോദരിയും ഭർത്താവുമാണ് DGPയെ കണ്ടിരുന്നത്. ഓൺലൈൻ വായ്പാ സംഘത്തിന്റെ ഭീഷണിയും മരണകാരണമായെന്ന സംശയത്തിലാണ് പോലീസ്. ജാതി അധിക്ഷേപത്തിന് പുറമെ നിതിൻ ഓൺലൈൻ വായ്പാ സംഘത്തിൽ നിന്നും ഭീഷണി നേരിട്ടതിന്റെ നിർണായക ചാറ്റുകളടക്കം പോലീസ് കണ്ടെത്തി. എന്നാൽ അന്വേഷണം ലോൺ ആപ്പിലേക്ക് കേന്ദ്രീകരിക്കുന്നത് കേസ് അട്ടിമറിക്കാനാണ് എന്ന് കുടുംബം ആരോപിക്കുന്നു. അടിയന്തരമായി 8000-ലധികം രൂപ അടയ്ക്കണമെന്ന് ലോൺ മാഫിയ സംഘം നിതിന് സന്ദേശം അയച്ചിരുന്നു. ഇതിന് മറുപടിയായി താൻ പാവമാണെന്നാണ് നിതിന് അയച്ച ചാറ്റും പോലീസ് ലഭിച്ചത്. ഓൺലൈൻ വായ്പാ സംഘത്തിൽ നിതിന്റെ അധ്യാപികയ്ക്കും ഭീഷണി സന്ദേശം അയച്ചെന്ന് പോലീസ് പറയുന്നു. അധ്യാപികയെയും ലോൺ ആപ്പുകാർ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഇതേ തുടർന്ന് അധ്യാപിക പ്രിൻസിപ്പലിന് പരാതി നൽകി. നിതിൻ ആത്മഹത്യ ചെയ്ത ദിവസം പ്രിൻസിപ്പൽ നിതിനെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. അതേസമയം ലോൺ ആപ്പിൽ നിന്ന് പണം എടുത്ത വീട്ടിൽ അറിഞ്ഞാണെന്നും അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് പണം എടുത്തതെന്നും നിതിന്റെ അച്ഛൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ലോൺ മാഫിയയുടെ ഭീഷണിയെക്കുറിച്ച് കോളേജ് അധികൃതർ കുടുംബത്തെ അറിയിച്ചില്ലെന്നും നിതിന്റെ അച്ഛൻ പ്രതികരിച്ചു.